ലോകം കാത്തിരിക്കുന്നത് അവരുടെ തിരിച്ചുവരവിനാണ്. എക്കാലത്തും ഫുട്ബോളിലെ ഏറ്റവും മികച്ചവരെ കുത്തിനിറച്ചിരുന്ന ബ്രസീൽ യുഗം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്നവരുടെ ദിനങ്ങളിൽ ഇനി ദുസ്വപ്നങ്ങളുടെ നീറ്റിലുണ്ടാകും. അത് ഇനിയാണ് യഥാർത്ഥ കഥ ആരംഭിക്കാൻ പോകുന്നത്. കാർലോ ആൻസലോട്ടി എന്ന പരിശീലകൻ കാനഡയുടെ കൈപിടിച്ചുയർത്താനുള്ള യാഗം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കൂടെ മുന്നിൽ അവശേഷിക്കുന്ന അംഗത്തിലേക്ക് തൻ്റെ യുദ്ധമുഖം അയാൾ വിവരിക്കുന്നത് ഓരോ ആരാധകൻ്റെയും മനസ്സറിഞ്ഞു വെച്ചാണ്. അതിലേക്ക് ഏറ്റവും കൂടുതൽ കടുപ്പമുള്ള 2 പേരുകൾ കൂടി അയാൾ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലൊരു പോരാട്ടത്തിൻ്റെ കഥ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. വിമർശകരെ കൊണ്ട് പോലും വാഴ്ത്തുപാട്ടുകൾ പാടിച്ച ചരിത്രം പറയാനുണ്ട് ഇന്നവർക്ക്. മാഞ്ചസ്റ്ററിലേക്കുള്ള 2 പേരുടെയും യാത്ര അത്രയേറെ വിജയകരമായിരുന്നു. എന്നാൽ അത് മൈതാനത്തെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. പരാജയമെന്ന് അവരെ നോക്കി തലച്ചോറിൽ ഫുട്ബോൾ നട്ടുവളർത്തുന്നവർ തന്നെ വിളിച്ചു പറയുന്നത് പലപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ചുവന്ന കുപ്പായത്തിൽ അവരുടെ ഹൃദയം പൊട്ടി രക്തം വാർന്നൊലിക്കുന്നത് ആരും തിരിച്ചറിഞ്ഞില്ല. വില കുറഞ്ഞാടെന്നും നിലവാരമില്ലാത്ത കാസി എന്ന മുറിവിളിയും മാഞ്ചസ്റ്റർ നഗരത്തിലെ മതിൽക്കെട്ടുകൾക്കകത്ത് പ്രതിഫലിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒന്നിനുമധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ടെൻ ഹാഗിൻ്റെ അസ്തമയവും അമറോമിൻ്റെ ഉദയത്തിന് ശേഷവും മാഞ്ചസ്റ്ററിൽ 2 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, മാഞ്ചസ്റ്ററിൽ കാസിയുടെ മാൻഡിഡ് വെർഷനും 2 ബെറ്റിസിൽ ആൻ്റണിയുടെ ഉയർത്തെഴുന്നേൽപ്പും. തന്നെ കൂകി വിളിച്ച അതേ ആരാധകർക്ക് മുന്നിൽ മാഞ്ചസ്റ്ററിനെ കരുത്തുള്ള പില്ലറായിക്കൊണ്ട് ഇന്ന് കാസി ഓൾഡ് ട്രാഫോർഡിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. കിരീടം കൈവിട്ടു പോയെങ്കിലും മാഞ്ചസ്റ്ററിനെ ഫൈനലിലേക്ക് നയിച്ചതിൻ്റെ പാതി പങ്കും അയാൾ തൻ്റെ പേരിൽ കുറിച്ച് വെക്കുന്നത് കാണാമായിരുന്നു. മറ്റൊരിടത്ത് ഇംഗ്ലണ്ട് വിട്ട ആൻ്റണിക്ക് ബ്രസീൽ തെരുവുകളിൽ നിന്നും സഹിക്കേണ്ടി വന്ന സഹനങ്ങളുടെയും വേദനകളുടെയും കഥയായി ആ ദിനങ്ങൾ മനസ്സിലങ്ങനെ കനലായി കോരിയിടുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കനൽ കൊണ്ട് തന്നെ അയാൾ സ്പെയിനിൻ്റെ മണ്ണിനെ തീപിടിപ്പിക്കുന്നുണ്ട്. അതിൽ റയൽ മാഡ്രിഡ് വരെ കത്തിയേരിയുന്നത് കാണാമായിരുന്നു. ഈ 2 പേരുടെയും തിരിച്ചുവരവ് ആഗ്രഹിക്കാത്ത ഒരു ബ്രസീൽ ആരാധകനും ഇന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ തിരിച്ചുവരവ് ബ്രസീൽ ടീമിന് സമ്മാനിക്കുന്നത് പുതുശ്വാസമാണ്. തിരിച്ചുവരാൻ തീരുമാനിക്കുന്ന ബ്രസീൽ സ്ക്വാഡിലേക്ക് അവർ കൂടി ചേരുമ്പോൾ മുന്നിൽ ഇനി വരുന്നത് എന്തും നേരിടാനുള്ള പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ആരാധകർ. കൂടെ ആൻസലോട്ടി എന്ന ഇറ്റാലിയൻ പരിശീലകൻ്റെ തന്ത്രങ്ങൾ കൂടിയാകുമ്പോൾ നേരിൽ കാണാൻ പോകുന്നത് 20-ാം നൂറ്റാണ്ടിൽ ബ്രസീൽ ബാക്കി വെച്ച ചരിത്രങ്ങളുടെ ബാക്കി പത്രം തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്. പരിക്കിൽ നിന്നും തിരിച്ചെത്തിയ റിച്ചാലിസനും ആൻ്റണിയും വിനീഷ്യസും കാസ്മീറയും റാഫിനെയും എല്ലാം അണിനിരക്കുന്ന ബ്രസീൽ സ്ക്വാഡ് മുൻകാലത്തെ പലതിനെയും ഓർമ്മിപ്പിച്ച് കടന്നു പോകുമെന്ന് തീർച്ചയാണ്. വീണ്ടെടുപ്പിൻ്റെ രാത്രികൾക്ക് ഇനിയധികം ദൂരമില്ല. പ്രതാപം തിരിച്ചു പഠിക്കാനുള്ള പുലരികൾ ഇതാ ഇവിടെ മുതൽ ആരംഭിക്കാൻ പോകുന്നു. പതനം കണ്ട് പഴി പറഞ്ഞവരും തിരിച്ചുവരില്ലെന്ന് പരിഹസിച്ചവരും തോൽവികളിൽ മതിമറന്നവരും ചരിത്രത്തെ പോലും പുച്ഛിച്ചവരും ഒരുങ്ങിയിരുന്നു കൊള്ളുക. കാരണം ഇത് ബ്രസീലാണ്. അനുഭവിച്ചതിനെല്ലാം അവർ കണക്ക് പറഞ്ഞാണ് അവസാനിപ്പിക്കാറ്. അതാണ് അവരുടെ ശീലവും. നിങ്ങളുടെ ആത്മാവിനെയും ആത്മവിശ്വാസത്തെയും ശിഥിലമാക്കി കളയുവാൻ കനേറിയൻ പട വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ.